നമ്മളിപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇനി വണ്ടി തന്നെ നമ്മളിപ്പം കസ്റ്റമൈസ് ചെയ്ത പാർക്കിംഗ് സ്പോട്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോയി പാർക്ക് ചെയ്യുന്നതാണ്. മിനിവാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഖത്തറിൽ പുതുതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന പുതിയൊരു ചൈനീസ് കാർ കമ്പനിയാണ് ഹുവാവയുടെ ഐട്ടോ M9. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഐട്ടോയുടെ ഒരു ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ കമ്പനി ഇതിന് ഫ്രണ്ടിൽ ഒരുപാട് LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ ലൈറ്റ്സിന് കമ്പനി പറയുന്നത് ഗാലക്സി ലൈറ്റാണ്. അതുപോലെ തന്നെ പുറകിലുള്ള ലൈറ്റിനെ സ്റ്റാർ ലൈറ്റ് എന്ന് പറയുന്നു. ഫ്രണ്ടിൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രൊജക്ടർ കൂടെ ഈ വണ്ടിയിൽ ലൈറ്റിൻ്റെ ഉള്ളിലുണ്ട്. നമുക്കൊരു 100 ഇഞ്ച് സ്ക്രീനുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മൾ വണ്ടി ഒരു പാർക്ക് ചെയ്തൊരു ചുമരിൻ്റെ മുകളിലേക്ക് ഈ പ്രൊജക്ടർ സെറ്റ് ചെയ്താൽ നമുക്ക് സ്ക്രീൻ വരുന്നതാണ്. അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെ അഡ്വാൻസ്ഡ് ആണ് ഈ വണ്ടി. 4 ലിഡാർ സിസ്റ്റം ഈ വണ്ടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലൊന്ന്, 2 സൈഡിലും അതുപോലെ തന്നെ പുറകിലും ലിഡാർ സിസ്റ്റമുണ്ട്. ക്യാമറയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ നോർമൽ ഒരു 360 ക്യാമറ ഉൾക്കൊള്ളുന്ന കാറിൽ 5 ക്യാമറ അല്ലെങ്കിൽ 6 ക്യാമറ അങ്ങനെയാണ് ഉണ്ടാകുക. പക്ഷേ ഈ ഒരു വണ്ടിയിൽ 13 ക്യാമറയാണ് അവർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഫുൾ ടൈം വേണമെങ്കിൽ റെക്കോർഡിംഗ് ഓൺ ചെയ്യാം. വണ്ടി നമ്മൾ ഡ്രൈവർ ഇല്ലാത്തപ്പോഴും ഒക്കെ ഇതിലെ റെക്കോർഡിംഗ് നമുക്ക് ഓൺ ചെയ്ത് വെക്കാവുന്നതാണ്. വണ്ടിയുടെ പവർ എന്ന് പറയുമ്പോൾ 489 ഹോഴ്സ് പവറാണ്. ഒരു ഫുൾ പവർ, അതായത് ഇലക്ട്രിക് പ്ലസ് പെട്രോൾ, അതിൻ്റെ ഒരു ഫുൾ കപ്പാസിറ്റിയിൽ നമുക്ക് 1258 കിലോമീറ്റർ പോകുമെന്നാണ് കമ്പനി പറയുന്നത്. ഇതാണ് വണ്ടിയുടെ കീ. നമ്മൾ കീ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് വണ്ടിയുടെ അടുത്ത് പോകുമ്പോൾ തന്നെ വണ്ടി ഓട്ടോമാറ്റിക് അൺലോക്ക് ആവുന്നതാണ്. ഇനി നമുക്ക് വണ്ടിയുടെ അകത്ത് കയറുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്താൽ ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുന്നതാണ്. ഇനി നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ കയറിയാൽ ഇതിൻ്റെ ഡോർ അടയ്ക്കാൻ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവുന്നതാണ്. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വേറെ സ്റ്റാർട്ട് കീ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ബ്രേക്ക് പെഡലിൽ പ്രസ് ചെയ്താൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടാവും. ഈ വണ്ടിയുടെ ഡാഷ്ബോർഡ് മൊത്തം ഡിസ്പ്ലേ ആണ്. നമുക്ക് 1, 2, 3 അതുപോലെ തന്നെ ഒരു HUD ഡിസ്പ്ലേ ഉണ്ട്. സാധാരണ വണ്ടികളിലൊക്കെ വരുന്നതിനേക്കാൾ ഒരുപാട് വലുപ്പമുള്ള ഒരു HUD ഡിസ്പ്ലേ ആണ്. അതിൽ തന്നെ നമുക്ക് ക്യാമറയും അങ്ങനെയുള്ള എല്ലാ കാര്യവും ഒരു 10 ഇഞ്ച് HUD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ HUD ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് മ്യൂസിക്കും അങ്ങനെയുള്ള മീഡിയ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നമ്മളുടെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളുടെ സെറ്റിങ്സ് ആണ്. പിന്നെ നോർമൽ ഇതിൻ്റെ ഗിയർ നോബ് ഇവിടെയാണ്. ഡ്രൈവ്, റിവേഴ്സ്, പാർക്ക്, ന്യൂട്രൽ. ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇതിൻ്റെ വൈപ്പറും അതുപോലെ തന്നെ ലൈറ്റിൻ്റെ സെറ്റിങ്സും ഒക്കെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ഇനി നമ്മൾ വണ്ടിയുടെ മെനുവിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ ഈ ഒരു വീഡിയോ തികയില്ല. അപ്പം പറ്റുന്നത്രയും കാര്യങ്ങൾ കാണിച്ചു തരാം. നമുക്ക് സെറ്റിങ്സിൽ പോയാൽ വണ്ടിയുടെ ചാർജിങ് പോയിൻ്റ് ഓപ്പൺ, ഫ്യൂൽ ഫില്ലർ ഓപ്പൺ ചെയ്യാൻ, ട്രങ്ക് ഓപ്പൺ ചെയ്യാൻ, നമുക്ക് ഡോർസും കാര്യങ്ങളെല്ലാം ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് ഇരുന്ന് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഈ ഒരു ഇൻ്റർഫേസ് എടുത്തിട്ട് അതിൽ ഡ്രൈവർ ഡോറ് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവർ ഡോറ് ഓപ്പൺ ചെയ്യുന്നതാണ്. ഇറങ്ങാനുള്ള സുഖത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ സീറ്റ് പുറകിലേക്ക് പോകും. വീണ്ടും ക്ലോസ് ചെയ്യാൻ ജസ്റ്റ് ഒന്നുകൂടെ പ്രസ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇതിൻ്റെ ആംബിയൻ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാം. ഒരുപാട് കളേഴ്സുള്ള ആംബിയൻ ലൈറ്റാണ്. അതുപോലെ തന്നെ ആംബിയൻ ലൈറ്റ് അല്ലാതെ എക്സ്റ്റീരിയറും വണ്ടിയുടെ ലൈറ്റ്സ് ഉണ്ട്. നമുക്ക് എക്സ്റ്റീരിയറിൽ ഫ്രണ്ട് ഹെഡ്ലൈറ്റിൽ ഗാലക്സിയിൽ നമുക്ക് ഒരുപാട് ലൈറ്റുകൾ ഇൻപുട്ട് നൽകാം. അതുപോലെ തന്നെ റിയറിലും നമുക്ക് താങ്ക് യു ലൈറ്റ്സ്, അതായത് ബാക്കിലുള്ള ഒരു വണ്ടിക്ക് താങ്ക് യു അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ ഒരു ലവിൻ്റെ ചിഹ്നം, അങ്ങനെ നമുക്ക് ഒരുപാട് ലൈറ്റുകൾ ഇതിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ബാറ്ററിയുടെ പവറും അതുപോലെ തന്നെ പെട്രോളിൻ്റെ ഒക്കെ ലെവലാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഡ്രൈവിംഗ് മോഡുകൾ കൺട്രോൾ ചെയ്യാം. ഇതിൽ എക്കോ, കംഫർട്ട്, സ്പോർട്ട്, പിന്നെ നമുക്ക് ഡ്രൈവറുടെ ഇഷ്ടത്തിന് കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് അസിസ്റ്റൻസ്. ഇതിൻ്റെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിലുണ്ട്. നമ്മൾ നോക്കിയാൽ തീരാത്ത അത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതിലുണ്ട്. പിന്നെ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ്, നെക്സ്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റാറ്റസിൽ നമുക്ക് അങ്ങനെ സെറ്റിങ്സ് ഇങ്ങനെ ഒരുപാട് നീണ്ടു കിടക്കുകയാണ്. ഇതിൽ ഫ്രണ്ടിലും അതുപോലെ തന്നെ പുറകിലും ആയിട്ട് ടോട്ടൽ 4 വയർലെസ് മൊബൈൽ ഫോൺ ചാർജേഴ്സ് ഉണ്ട്. പിന്നെ കപ്പ് ഹോൾഡേഴ്സ്, ഫ്രണ്ടിൽ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹുവാവയുടെ ഡ്രൈവ് എന്ന പുതിയൊരു ഫീച്ചറാണ്. ഹുവാവയുടെ ഐട്ടോ സീരീസിൽ മാത്രമാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്.
ഇപ്പോൾ ഇതിൽ അസൈൻ ചെയ്തിട്ടുള്ളത് ഡ്രൈവ് മോഡ് കൺട്രോൾ ചെയ്യലാണ്. നമുക്ക് അതേപോലെ ഒരുപാട് ഓപ്ഷൻസ് ഇത് ഈ ഒരു കീയിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാം. നമുക്കിതിപ്പോൾ ഇതിൽ വീഡിയോ പ്ലേ ചെയ്യണം, സെൻട്രൽ വീഡിയോയിൽ വേണ്ട, നമുക്ക് സൈഡിലാണ് വേണ്ടെങ്കിൽ നമുക്കിങ്ങനെ ജസ്റ്റ് 3 വിരലുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ മതി. അത് തിരിച്ച് ഇപ്പുറത്തേക്ക് വരണേ, അതേപോലെ ഡ്രാഗ് ചെയ്യാം. വീണ്ടും നമ്മൾ ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്താൽ നമ്മളുടെ HUD ഡിസ്പ്ലേയിലാണ് കാണുക. അത് തിരിച്ച് ഇവിടത്തേക്ക് വരണമെങ്കിൽ ജസ്റ്റ് ഗാലറി പ്രസ് ചെയ്താൽ മതി. അതായത് നമുക്ക് ഈ വീഡിയോ പ്രൊജക്ടറിലാണ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് 3 വിരലുകൊണ്ട് ഇതാക്കിയിട്ട് താഴ്ത്താം. ഇപ്പോൾ ഞാൻ സ്ക്രീൻ ഓൺ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിലത്തെ പ്രൊജക്ടറിലാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് പുറത്തേക്ക് ചെയ്യും. ഇപ്പോൾ സ്റ്റാർട്ട് പ്രൊജക്ഷൻ കൊടുത്താൽ ഫ്രണ്ടിലുള്ള വാളിൽ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നു. ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത് ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിളാണ്. ഇത് ബേസ് വേരിയൻ്റ് ആണ്. പക്ഷേ സെയിലിനുള്ള വണ്ടികളൊക്കെ അഡ്വാൻസ് വെർഷൻ അതിൽ ഇതിനേക്കാണ് ഒരുപാട് ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ടുണ്ട്. സീറ്റിൻ്റെ കുഷനിങ്ങും അതുപോലെ തന്നെ റൂഫിലും ലൈനറിങ്ങും ഒക്കെ യൂസ് ചെയ്ത മെറ്റീരിയലൊക്കെ ഡിഫറെൻ്റ് ആണ്. ആൽക്കണ്ടാര ലെതറാണ്. അതുപോലെ തന്നെ സീറ്റുകളൊക്കെ ഡയമണ്ട് കട്ട് സീറ്റുകളാണ് ടോപ്പ് വേരിയൻറ്റിൽ വരുന്നത്. ടോപ്പ് വേരിയൻറ്റ് 6 സീറ്റാണ്. ഫ്രണ്ട് ഡോറിലുള്ള പോലെ തന്നെ ബാക്ക് ഡോറും ക്ലോസ് ചെയ്യാൻ ജസ്റ്റ് ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ക്ലോസ് ആവും. നമുക്ക് പുറകിലുള്ള സീറ്റിൽ ഇരിക്കുന്നവർക്കും അത്യാവശ്യം കൺട്രോൾസ് AC കൺട്രോൾസൊക്കെ ഇതിൽ ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ പ്രൊജക്ടർ. ഇവിടെ ആ സ്വിച്ച് ഞെക്കിയാൽ പ്രൊജക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് താഴേക്ക് വരുന്നതാണ്. പ്രൊജക്ടർ കൺട്രോൾ ചെയ്യാൻ ഒരു റിമോട്ട് ഹുവാവേ തന്നിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് മൗസ് പാഡ് പോലെയാണ്. നമുക്കിതിൽ ടച്ച് കൺട്രോൾ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് വീഡിയോ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിലിപ്പം ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണാം. ഇനി ഇതിൻ്റെ ഒരു മറ്റ് പ്രത്യേകത പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ഹുവാവേ 23 സ്പീക്കേഴ്സാണ്, ഹുവാവേയുടെ തന്നെ സ്പീക്കേഴ്സാണ് ഈ വണ്ടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൗണ്ട് വേറെ ലെവൽ ക്വാളിറ്റിയാണ്. ഇപ്പം നമ്മളുടെ കയ്യിലുള്ളത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ 5 സീറ്റർ ഓപ്ഷനാണ് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ്, അതായത് ഇവിടെ ഖത്തറിൽ സെയിൽ ചെയ്യുന്ന മോഡലാണെങ്കിൽ 6 സീറ്ററാണ്. അതിനാണ് ഇവിടെ 0 ഗ്രാവിറ്റി സീറ്റുകൾ ഉൾക്കൊള്ളുന്നത്. ഇപ്പം നമ്മളുടെ കയ്യിലുള്ള മോഡലിന് നമുക്ക് ഇതിന് അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ബാക്കിൽ ഇരുന്നുകൊണ്ട് തന്നെ ഫ്രണ്ട് സീറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിപ്പം ഡ്രൈവ് ചെയ്യുന്ന ഈ ഒരു വണ്ടിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിലെ ലിഡാർ ടെക്നോളജി വെച്ചിട്ട് വണ്ടിയുടെ സസ്പെൻഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന റോഡിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ മറ്റൊരു ആകർഷകമായ ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം. നമ്മളുടെ വണ്ടിയുടെ ഓട്ടോ പാർക്കിംഗ്. നമ്മളിപ്പം പല വണ്ടികളുടെ ഓട്ടോ പാർക്കിംഗ് കണ്ടിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ ഓട്ടോ പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടിയിൽ ഉണ്ടാകേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു പാർക്കിംഗ് സ്പോട്ടിലാണുള്ളത്. ഒരുപാട് പാർക്കിംഗ് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കസ്റ്റമായിട്ട് വണ്ടി പാർക്ക് ചെയ്യാം. കസ്റ്റം പാർക്കിംഗ് സ്പോട്ട് പറഞ്ഞാൽ നമുക്ക് വണ്ടി എങ്ങനെ പാർക്ക് ചെയ്യണോ ആ രീതിയിൽ വണ്ടിയോട് പറഞ്ഞാൽ വണ്ടി അവിടെ പോയിട്ട് പാർക്ക് ചെയ്തതാണ്. ഇതിൽ നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിലില്ലാതെ നമ്മൾ റിമോട്ട് കൊണ്ട് പോയതിനു ശേഷം വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് പാർക്ക് ചെയ്യുന്ന രീതിയിൽ റിമോട്ട് ഓട്ടോ പാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ റിമോട്ട് ഓട്ടോ പാർക്കിംഗ് കൊടുത്താണ്. ഇനി നമ്മൾ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. നമ്മളിപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇനി വണ്ടി തന്നെ നമ്മളിപ്പം കസ്റ്റമൈസ് ചെയ്ത പാർക്കിംഗ് സ്പോട്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോയി പാർക്ക് ചെയ്യുന്നതാണ്. എന്തായാലും ചൈന ടെക്നോളജിയുടെ കാര്യത്തിൽ ഒരുപാട് മുമ്പോട്ടാണ്. ഈ വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്താം. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് തരാം. അതുപോലെ തന്നെ ഷോറൂമിൻ്റെയും ടെസ്റ്റ് ഡ്രൈവിൻ്റെ എടുക്കേണ്ട വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്